മാമ പിന്നെ നന്മയാണല്ലോ, നന്മമരം. നല്ലത് മാത്രം ചെയ്ത്, നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം കേട്ട്, അല്ല കേൾക്കുന്നത് പലതും കേൾക്കുന്നുണ്ട് പുള്ളി. ഇപ്പോൾ നല്ലത് മാത്രം കണ്ട് വളർന്ന് കണ്ട് അങ്ങനെ ശീലിച്ച ഒരു വ്യക്തിയാണ് പുള്ളി. எல்லாருக்கும் நமஸ்காரம். கேரள மக்களுக்கு எல்லாருக்குமே நமஸ்காரம். இப்போ நான் என்ன சொல்ல வரேன்னா, நிறைய விஷயங்கள் பார்க்கும்போது எனக்கு ரொம்ப அது கஷ்டமா இருக்கு. ஏன்னா நானும் ஒரு பொண்ணு தானே, எனக்கும் நிறைய கஷ்டங்கள் இருக்கு. ஸோ நீங்கள் எனக்கு சப்போர்ட் பண்ணுவீங்கன்னு நான் நினைக்கிறேன். இந்த மெசேஜ் நான் டேரக்டாக யாருக்கு சொல்றேன்னா, எலிசபெத் அக்கா தான் நான் சொல்றேன், எலிசபெத் சேச்சிக்கு தான் நான் சொல்றேன். இப்போ ஒரு 20 minutes பிஃபோர் தான் நான் வீடியோ பார்த்துருந்தேன். நீங்கள் எனக்கு சேலஞ்ச் பண்ண மாதிரி இருந்தது. அதாவது என்னன்னா, லாஸ்ட் டைம் வீடியோ போட்டிருந்தேன். இது நான் என்ன சொல்ல வரேன்னா, കോക്കില അക്ക വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഭയങ്കര പവറോടുകൂടെ. പവർ കൊടുത്തു വിട്ടതാരാൻ നമുക്കറിയാം. ഇത് മറ്റേ പാവയാണെന്നുള്ളത് നമുക്കറിയാം. ചോറാണ് പോയി കഴിക്കുന്നത് നമ്മൾ, മലയാളീസ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ പറയുമ്പോൾ ചപ്പാത്തി കഴിക്കുന്നവന് ബുദ്ധിയില്ലേ എന്ന് ചോദിക്കരുത്. ചപ്പാത്തി കഴിച്ചാലും ബുദ്ധി വരും, പിസ്സ കഴിച്ചാലും ബുദ്ധി വരും. ഭക്ഷണം കഴിക്കണം. അങ്ങനത്തെ ആൾക്കാരാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ വന്നിട്ട് ഇങ്ങനെ പറ്റിക്കാൻ നടക്കരുത്. കോക്കില മാഡം, അക്ക എന്താണേലും പുള്ളിക്കാരി അടുത്ത ഒരു എലിസബത്തായി തീരുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞാൽ. കാരണം റെപ്യൂട്ടേഷൻ, ഹിസ്റ്ററി റിപ്പീറ്റ്സ് ബൈ ഇറ്റ് സെൽഫ് എന്നൊരു വാക്കുണ്ടല്ലോ. നമ്മുടെ ബാലണ്ണെ, അമൃത, പിന്നെ ഏതോ ഒരു ബംഗളൂരുകാരി, അതിനു മുമ്പേ അത് കഴിഞ്ഞപ്പോൾ എലിസബത്ത്, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോക്കില. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒഫീഷ്യലായിട്ടുള്ളതാണ്. കാരണം മീഡിയയുടെയൊക്കെ മുന്നേ വരാത്തത് തേൻ കുടിച്ച് പരാഗണം പാഞ്ഞ് എത്ര എണ്ണം ഉണ്ടാവുമെന്ന് ആർക്കറിയാമല്ലേ. എന്താണെങ്കിലും അത് പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഉണ്ണിമൂന്നൻ പറഞ്ഞ പോലെ തന്നെ, ഉണ്ണിമൂന്നൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇനിയും പോകത്തില്ല. പുള്ളി എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു, ആയിരിക്കും എന്നൊക്കെയാണ്. കാരണം ഉണ്ണിമൂന്നൻ്റെയൊക്കെ വളർച്ചയിൽ ഈ ബാല പോലത്തെ ആൾക്കാർക്ക് ഒരുപാട് പങ്കുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതൊക്കെ പോട്ടെ, അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ, വേളയിൽ, സാഹചര്യത്തിൽ ബാല വന്നിട്ട് പറയാണ് 250 കോടി ആസ്തിയുണ്ട് എന്നൊക്കെ. അത് കുറച്ച് നാൾ മുമ്പേ പറഞ്ഞാണ്. പിന്നെ വർസാച്ചയുടെ ഗ്ലാസ്, അത് ഇത്. പിന്നെ എലിസബത്ത് വന്നിട്ട് കുറേ വെളിപ്പെടുത്തലുകൾ, കുറേ മറ്റേ ടെക്സ്റ്റൊക്കെ വെച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തിട്ട് ഇവിടെ ആക്ഷനൊന്നുമില്ല. പോലീസ് എന്താ ഉറങ്ങുകയാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഞാനല്ല കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം എലിസബത്ത് കംപ്ലയിൻറ്റ് കൊടുക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഡയറക്റ്റ് പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം. പക്ഷേ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി ഭയങ്കര പേടിച്ച് വിറച്ചിരിക്കുകയാണെന്നാണ്. പക്ഷേ വീഡിയോയിലൊന്നും അങ്ങനെ വിറയ്ക്കുന്നതായിട്ട് കണ്ടില്ല. എന്നാലും വീഡിയോ കാണുമ്പോൾ ഒരു ഡിപ്രസ്സിങ് വീഡിയോ ആണ്, ഡിപ്രസ്സിങ് വീഡിയോ ആണ്. പുള്ളിക്കാരിയെക്കുറിച്ച് ഞാൻ കളിയാക്കുക എന്ന് വിചാരിക്കരുത്. പുള്ളിക്കാരി ഇത്രയും തൻ്റെ ഇടം, ഇത്രയും ഇതൊക്കെ ഉള്ള ഒരാൾ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണം. കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിൽ പോലീസിന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കോടതി സ്വമേധയാ കേസെടുക്കണം. കോടതി സ്വമേധയാ കേസെടുക്കുന്നതൊക്കെ വലിയ ചടങ്ങാണ്. അതിനൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി എന്തുകൊണ്ട് ഈ ചെകുത്താനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന ആ സമയത്തിൽ അത്രയും സമയം പോലും വേണ്ട ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ DGPയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരിയുടെ ഭാഗത്ത് എന്തോ തെറ്റുള്ള പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് ഇന്നലത്തെ കോക്കില അക്കയുടെ വീഡിയോ. ഞാൻ കോക്കില അക്കയും ബാല അണ്ണനെയും സപ്പോർട്ട് ചെയ്യില്ല. എന്നാലും ഉള്ളതുള്ള പോലെ പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. மாமா வந்து நீங்க ஒரு கேர்ளா இருந்து இது இருக்கு அது இருக்கு அப்படி இப்படி நிறைய விஷயங்கள் சொல்றீங்க. பட் மாமா வந்து ஒரு மாமா வந்து இந்த மாதிரி சொல்லுது. மாமா வந்து இந்த மாதிரி മാമ പൊണ്ണക്കൂട്, തമിഴിലൊരു വലിയൊരു ഫേമസ് ഒരു പാട്ടാണ്. എന്താണേലും മാമ പറയുന്നതൊക്കെ കേട്ടിട്ട് തുള്ളാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് കോക്കിലാക്കയോട് പറയാനുള്ളൂ. കാരണം കുറേ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട് മാമ പറയുന്നത് കേട്ടിട്ട് തുള്ളിയിട്ട്. ഒരു ജെന്ന ഇருந்து ഒരു ജെമ്മല്ലേ? അപ്പോൾ ഞങ്ങളും ജെമ്മെന്നൊന്നും വിചാരിക്കുന്നില്ല. ജെൻ എക്സ്. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ആണാണെന്നാണ്. GENT ജെൻസ് എന്നൊക്കെ പറയില്ലേ, ജെൻസ് GENTS. ആണെങ്കിലും കാട് കയറി പോകണ്ടല്ലേ. കാരണം ഇതിനകത്ത് എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവർ ഒരു വീഡിയോ ഇടുന്നു, അവരൊരു വീഡിയോ ഇടുന്നു, ഇവരൊരു വീഡിയോ ഇടുന്നു. തീർച്ചയായും അവർ ഇത് അവസാനിപ്പിച്ചൂടെ? ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബിലുള്ള ഒരുപാട് ആൾക്കാർക്ക് അരി മേടിക്കാൻ പറ്റില്ല. യൂട്യൂബ് മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളവർക്ക്. മറ്റേ അരി അണ്ണനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. പുള്ളി ചിലപ്പോൾ വിചാരിക്കും ഞാൻ പുള്ളിയെ ഇതെന്നെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞാണെന്നൊക്കെ വിചാരിക്കണ്ട. சொல்ல முடியாத நிறைய விஷயங்கள் இருக்கு. அதெல்லாம் வந்து சொன்னா எங்களுக்கு அது அசிங்கம், உங்களுக்கு அது அசிங்கமோ இருக்கோ இல்லையோ, அது எங்களுக்கு ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ നാണക്കേടാണ്. നിങ്ങൾക്ക് നാണം ഉണ്ടോയെന്നറിയില്ല, നാണക്കേടുണ്ടോയെന്നറിയില്ല. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര നാണക്കേടായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ കുറേ തെളിവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ കൊന്തോന്നറിയില്ല, എന്തോ മറ്റേ ടെക്സ്റ്റ് ഉണ്ട്, അതുണ്ട്, ആനയുണ്ട്, മാടയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. കംപ്ലയിൻറ്റ് 2022
ഇതാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വെളുക്കാൻ തെച്ചത് പാണ്ടാവോന്നറിയില്ല. എന്താണേലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. മോൻസനുമായിട്ട് ഇയാൾക്ക് കണക്ഷനുണ്ട്, ഒരു ബ്രദറെ പോലെയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ മോൻസൺ അറസ്റ്റായപ്പോൾ അറിയാം എന്നായി ടി വിയിലൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ കള്ളം പറയുന്ന ഒരാളാണ് നമ്മുടെ ബാല ദുഷ്ട നിഷ്ഠൂര. ഇതൊന്നും പുള്ളിക്ക് ഒരു സൂട്ടാവുന്ന വാക്കുകളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളുടെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട്. ஸோ நான் என்ன சொல்ல வரேன்னா, நான் வந்து என் மாமாவோட ரொம்ப சந்தோஷமா நல்லா இருக்கேன். அதே மாதிரி நீங்க வந்து ரெஜிஸ்டர் மேரேஜ் பண்ணியிருக்கீங்கல்ல, அதை வந்து ஃபர்ஸ்ட் இந்த மக்களுக்குலாம் சொல்லுங்க. ஏதோ நாங்க ஏமாத்துறோம் அது பண்றோம் இது பண்றோம் நீங்க சொல்லுங்க. അപ്പോൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാണ് എലിസബത്തിൻ്റെ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആണേലും അതിന് പ്രൂഫൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കാണിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഒന്ന് മതി. പോയിട്ട് ഒരു അമ്പലത്തിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ചുമ്മാ തന്നെ അല്ലാതെ തന്നെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാം. ഒരു അഡ്രസ് പ്രൂഫ് 2 പേർക്കും. അത് വെച്ചിട്ട് ചില ആൾക്കാർ ചില തട്ടിപ്പ് നടത്തി. ഇതിപ്പോൾ ഇയാൾ ഇങ്ങനെ തട്ടിപ്പ് നടത്തി എന്നല്ല ഞാൻ പറയുന്നത്. തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഈ എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ആ പെണ്ണിൻ്റെ വീട്ടുകാരുമായിട്ട്, അല്ലെങ്കിൽ ആ പെണ്ണ് ഇയാളെ പോടാന്ന് പറഞ്ഞിട്ട് തള്ളിയിട്ട് പോയി. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ചില ബുദ്ധിമാനായ രാക്ഷസന്മാർ എന്ത് ചെയ്യുമായിരുന്നെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ മറ്റേ ഇതൊക്കെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും, മാരേജ് സർട്ടിഫിക്കറ്റ്. രജിസ്റ്റർ ചെയ്തായിട്ട് രജിസ്ട്രാർക്ക് കാശൊക്കെ കൊടുത്ത്, രജിസ്ട്രാർ ചില സമയത്തൊന്നും കാണത്തില്ലായിരുന്നു, പണ്ടാണ് പറയുന്നത്, ഇപ്പോഴല്ല കേട്ടോ. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ഈ പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഈ പെണ്ണിൻ്റെ കല്യാണം വരുമ്പോൾ ചിലപ്പം എടുത്ത് കാണിക്കും. കല്യാണ സമയത്തിൽ ഈ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ബാല അണ്ണനെ நீங்க ஃபர்ஸ்ட் இவங்களெல்லாம் ஏமாத்துறீங்கல்ல, அவங்கள ஃபர்ஸ்ட் நீங்க சொல்லுங்க. யார் உங்க ஹஸ்பண்ட்? ஃபர்ஸ்ட் உங்க ஹஸ்பண்ட் யார்? ஒரு டாக்டர் தானே. அதை ஃபர்ஸ்ட் நீங்க வெளியில சொல்லுங்க. உங்க ஹஸ்பண்டோட நீங்க சந்தோஷமா இருங்க. நீங்க போனீங்கல்ல, எதுவுமே வேணான்னு போனீங்கல்ல, இப்போ மட்டும் எப்படி 1.5 வருஷம் கழிச்சு வந்து நீங்க பேசுறீங்க? சொல்லுங்க. இவ்வளவு நாள் ഹൂ ഈസ് യുവർ ഹസ്ബൻഡ് അതാണ് ചോദിക്കുന്നത്. 1.5 വർഷം മുമ്പേ പോയി, പിന്നെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് തിരിച്ചു വരുന്നത്? ഇപ്പോൾ വൈ ആർ യു കമ്മിങ് ബാക്ക്? மாமா நான் இதுக்கு முன்னாடியே நான் சொன்னேன், கல்யாணத்துக்கு முன்னாடி மாமா தான் சொன்னாரு, வேண்டாம் போட்டு பாவம், வேண்டாம் நல்லா இருக்கட்டும், அப்படி சந்தோஷமா இருக்கட்டும் சொல்லிட்டு அவர் சொன்னாரு. ஆனா நீங்க മാമ പിന്നെ നന്മയാണല്ലോ, നന്മമരം. നല്ലത് മാത്രം ചെയ്ത്, നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം കേട്ട്, അല്ല കേൾക്കുന്നത് പലതും കേൾക്കുന്നുണ്ട് പുള്ളി. ഇപ്പോൾ നല്ലത് മാത്രം കണ്ട് അങ്ങനെ ശീലിച്ച ഒരു വ്യക്തിയാണ് പുള്ളിക്ക് അങ്ങനെ പറ്റൂ. അതാണ് പറഞ്ഞു വരുന്നത്. நீங்க பண்றீங்க. இதுல எவ்வளவு உண்மை எவ்வளவு பொய் இருக்குன்னு எனக்கு நல்லாவே தெரியும். சோ எப்படி இந்த மாதிரிலாம் உங்களால பேச ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾക്കും കൂടെ നാണക്കേടാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓ മൈ ഗാഡ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണേലും വീഡിയോ ഫുള്ളൊന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഇത്രയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇനി പുള്ളി ഒരു വീഡിയോ ആയിട്ട് വരും, അല്ല പുള്ളിക്കാരി ചിലപ്പം വീഡിയോ ആയിട്ട് വരും, അല്ലെങ്കിൽ പുള്ളിക്കാരി പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുമോ അറിയില്ല. ഒന്ന് പോയി കംപ്ലയിൻറ്റ് ചെയ്തുകൂടെ ചേച്ചി? എലിസബത്ത് ചേച്ചിയോടാണ് പറയുന്നത്, ഒന്ന് പോയി കംപ്ലയിൻറ്റ് ചെയ്യൂ പ്ലീസ്. ഇതൊന്ന് അവസാനിപ്പിക്കൂ.